ഷാരോൺ രാജ് വധക്കേസിൽ ജനുവരി 17 വിധി പ്രസ്താവിക്കും. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും അന്തിമവാദം പൂർത്തിയായ സാഹചര്യത്തിലാണ് വിധി പറയുന്നത്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻ ജഡ്ജ് MA ബഷീർ മുൻപാകെ 3 ദിവസങ്ങളിലായി നടന്ന വിസ്താരത്തിന് ശേഷമാണ് ഈ മാസം 17 വിധി പറയുന്നത്. പ്ലാൻ ചെയ്ത് വെച്ചിട്ട് വീട്ടുകാരും അവളും കൂടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് കൊടുത്തതാണ്. ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്കെതിരെ വിഷം കൊടുത്തതിനും കൊലപാതകത്തിനും അന്വേഷണത്തെ തെറ്റിദ്ധരിപ്പിച്ചതിനുമുള്ള കുറ്റം തെളിഞ്ഞതായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാർ വാദിച്ചു. ഗ്രീഷ്മയുടെ അമ്മയും 2ാം പ്രതിയുമായ സിന്ധുവും 3ാം പ്രതിയും അമ്മാവനുമായ നിർമ്മലകുമാരൻ നായരും തെളിവ് നശിപ്പിച്ചതായി തെളിഞ്ഞിട്ടുണ്ടെന്നും പ്രോസിക്യൂട്ടർ അറിയിച്ചു. ആത്മഹത്യാ പ്രവണതയുള്ളതിനാലാണ് ഗ്രീഷ്മ പാരാക്വേറ്റ് എന്ന വിഷയത്തെക്കുറിച്ച് സെർച്ച് ചെയ്തതെന്ന വാദമാണ് പ്രതിഭാഗം ഉന്നയിച്ചത്. മുഖം കഴുകാനായി ശൗചാലയത്തിൽ കയറിയ സമയം തിളപ്പിച്ചാറ്റിയ കഷായം ഷാരോൺ രാജ് കുടിച്ച ശേഷം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയായിരുന്നെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ ഈ വാദങ്ങളൊക്കെ കെട്ടുകഥകളാണെന്നും ഡിജിറ്റൽ തെളിവുകളുടെയും മെഡിക്കൽ തെളിവുകളുടെയും ഫോറൻസിക് തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ സാഹചര്യങ്ങളും പ്രതികൾക്കെതിരെയുള്ള കുറ്റം പൂർണ്ണമായും തെളിയിക്കുന്നതാണെന്ന് പ്രോസിക്യൂട്ടർ വാദിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.